ഹലോ മാഹിൻ സാർ, നമുക്ക് തുടങ്ങാലോ. സാറിന്റെ മൈക്ക് ഓഫ് ആണ് മാഹിൻ സാറെ. ഓക്കെ, തുടങ്ങാം. ജോലിച്ച നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ് us start. ഒരു മിനിറ്റ്, നമ്മുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ഉണ്ട്. അപ്പൊ ഒരു സാറേ, ടീച്ചർമാർ റെഡിയാണ്. Father Dr. Jolly Andrews, good morning. Good morning, sir. Good morning. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി നടത്തുന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വെബിനാർ സീരീസ് എന്ന് പറയുന്നത് IQAC-യുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ നടത്തുന്ന 8ാമത്തെ ടോക്കാണ്. ഇന്നത്തെ ടോക്കിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മാഹീൻ സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ വെബിനാർ ഇന്ന് ഉദ്ഘാടനം ചെയ്ത കോളേജ് ആയിട്ടുള്ള റെവറൻഡ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ആണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായിട്ട് നമ്മുടെ വെബിനാർ ആരംഭിക്കാനായിട്ട് ഒരു വെൽക്കം അഡ്രസ്, അതിനുവേണ്ടി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായിട്ടുള്ള പ്രൊഫസർ ലിഷ KK ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലിഷ മിസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ വെബ് ടോക്ക്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് വെബ് ടോക്ക് സീരീസ് 10 നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ 8ാമത്തെ ലെക്ചർ ആണെന്ന് നടക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഡോക്ടർ മുഹമ്മദ് മാഹിൻ സാറാണ്. സാറ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും അവിടെ പ്രൊഫസറും അതേപോലെ KCHR ഉൾപ്പെടെയുള്ള ഉന്നത ചരിത്ര ഗവേഷണ കൗൺസിലുകളിലെ മെമ്പറും കൂടിയാണ്. അപ്പൊ സാറിനെ ക്രൈസ്റ്റ് കോളേജിന്റെ പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് CMI നമ്മോടൊപ്പം ഉണ്ട്. സാറ് ഫാദർ ശരിക്കും ഒരു സയൻസ് സ്ട്രീമിലാണെങ്കിൽ കൂടി വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ എല്ലാ വെബ് ടോക്ക് സീരീസും അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അച്ഛനെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ടീച്ചർ. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കോളേജിലെ അധ്യാപകര്, അനധ്യാപകര്, മറ്റു കോളേജുകളിലെ അധ്യാപകര്, വിദ്യാർത്ഥികൾ, റിസർച്ച് സ്കോളേഴ്സ്, അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ താല്പര്യത്തോട് പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ലിഷ മിസ്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് റെവറൻഡ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസിനെ ഞാൻ ക്ഷണിക്കുന്നു. എത്രയും എന്നെ കൃത്യമായിട്ട് കേൾക്കാലോ, കാണാലോ? താങ്ക് യു. എത്രയും പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് മഹീൻ A, പ്രൊഫസർ ആൻഡ് HOD ഓഫ് ഹിസ്റ്ററി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ലിഷ, ഇന്നത്തെ വെബിനാർ സീരീസ് HOD, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കലാലയത്തിലെ ഹിസ്റ്ററി വിഭാഗത്തിൻ്റെ HOD. ഇന്നത്തെ ഹോസ്റ്റായിട്ടുള്ള പ്രൊഫസർ ജിഷ ടീച്ചർ, ഹിസ്റ്ററി വിഭാഗത്തിലെ അധ്യാപകരെ, വ്യത്യസ്തമായിട്ടുള്ള കലാലയങ്ങളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, റിസർച്ച് സ്കോളേഴ്സ്, വിദ്യാർത്ഥികളെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കലാലയത്തിലെ ഹിസ്റ്ററി വിഭാഗത്തിലെ ഈ വെബിനാർ സീരീസ് ഇന്ന് അതിൻ്റെ 8ാമത്തെ പ്രഭാഷണ പരമ്പരയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ നടത്തപ്പെടുന്നത്. സാധാരണ കലാലയങ്ങളിലൊക്കെ ഒരു ടോക്ക് അല്ലെങ്കിൽ 2 ടോക്കൊക്കെയാണ് മാക്സിമം ഉണ്ടാകാറ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന വെബിനാർ സീരീസ് ഇപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികൾ ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ മേഖലകൾ നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയായിരുന്നു.
അപ്പം ഇന്ന് അതിൻ്റെ 8ാമത്തെ പ്രഭാഷണ പരമ്പരയാണ് ഇന്നിവിടെയുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ HOD ഹിസ്റ്ററി വിഭാഗം, അതുപോലെ തന്നെ നമ്മുടെ RAC മീറ്റിങ്ങിലെ സജീവ സാന്നിധ്യമാണ് ഡോക്ടർ മുഹമ്മദ് മഹീൻ സാറ്. ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയമാണെങ്കിൽ അതുപോലെ തന്നെ ഏറെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്, ക്യാൻ ദ ബോഡി ബി എ മെറ്റഫർ ഓഫ് പ്രൊട്ടസ്റ്റ്? മനുഷ്യ ശരീരം ഏതെങ്കിലും തരത്തിലെ പ്രതിഷേധത്തിൻ്റെ സൂചകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ചും തിരുവിതാംകൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, ഇതേക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് മുഹമ്മദ് സാറ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമുക്കറിയാവുന്നതുപോലെ കാലം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ ഒക്കെ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ചേർന്നുകൊണ്ട് വായിച്ചെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധ പരമ്പരകൾ, പ്രത്യേകിച്ചും തിരുവിതാംകൂർ നടന്നിട്ടുള്ള പ്രതിഷേധ പരമ്പരകളൊക്കെ ഈ മനുഷ്യ ശരീരത്തെ വസ്ത്രം ധരിക്കാനായിട്ട്, അതിനായിട്ടുള്ള അവകാശങ്ങളൊക്കെ ആയിട്ട് നാം ഈ പ്രതിഷേധങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതേക്കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ ഈ കാലഘട്ടത്തിൽ നാം വഹിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിൻ്റെ മഹനീയതയെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് ചരിത്രപരമായിട്ടുള്ള സത്യങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സഹായകമായിരിക്കും. ഞാൻ ആദ്യമേ തന്നെ ഇതുപോലെ മഹത്തരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വെബിനാറുകൾ അവതരിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഹിസ്റ്ററി വിഭാഗത്തിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന ലിഷ ടീച്ചർ അടക്കമുള്ള ടീമിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. Thank you, Father. Thank you. നമ്മളിനി നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണുള്ളത്. പ്ലീസ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യുക. പ്രഭാഷണത്തിന് ശേഷം നമുക്ക് ഡിസ്കഷനുള്ള സമയം ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ഒരു അവസരം പരമാവധി വിനിയോഗിക്കുക. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് സാറ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സാറിന്റെ വിഷയം വളരെ ചരിത്ര ഒരു വിഷയമാണ്. അതുകൊണ്ട് ഏറെ ബഹുമാനത്തോടുകൂടി ഡോക്ടർ മുഹമ്മദ് മഹീൻ സാറിനെ ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി Okay. Am I audible? Yes, sir. Audible. Yeah. So kindly request others to off their mute. Kindly keep it in mute. Kindly request others in mute position. Okay. The most respected trustee, Christ College, Irinalakuda. The most respected head of the Department of History and other efficient teachers of the Department of History, Christ College, and learned professors and scholars from other colleges, university centers, my dear students, I hope sometimes the students and teachers of Iqbal College and VTM NSS College, then which are also listening my words. Peringamala Iqbal College, where I practiced history for the long 21 years. And VTM NSS College, and
VTMNSS College, where I studied for my BA History. So, good morning, all of you. So, let me start with my today's paper, Can the Body Be a Metaphor of Protest? Detecting Sexuality and Modesty in the 20th Century, Colonial, in put in bracket, Immutable, Travancore. ഞാൻ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഇതിവൃത്തം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ദയവായി എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഇത് ക്യാൻ ദ ബോഡി ബി എ മെറ്റഫർ ഓഫ് പ്രൊട്ടസ്റ്റ്? ശരീരം ഒരു ചെറുത്തുനിൽപ്പിൻ്റെ രൂപകമാകുന്നത് എപ്പോൾ, ഒരു സിമ്പലാവുന്നത് എപ്പോൾ? അതുപോലെ നമ്മളിവിടെ നോക്കിക്കാണുന്നത്, പരിശോധിക്കുന്നത് ലൈംഗികതയും പാതിവൃത്യവും 20ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ട്രാവൻകൂറിൽ, ബ്രാക്കറ്റ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത, അതായത് ട്രഡീഷണൽ ട്രാവൻകൂർ. അതിലെങ്ങനെയാണ് ഇതിൽ ഈ ലൈംഗികതയും പാതിവൃത്യവും അടയാളപ്പെടുത്തിയിരിക്കുന്നു, എങ്ങനെ ഇത് നമ്മൾ നോക്കിക്കാണുന്നു, ഇതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികളും പരമ്പരാഗത ആചാരക്രമങ്ങളും അതിലൂടെ ബന്ധികളാക്കപ്പെടുന്ന സ്ത്രീത്വവും സ്വാതന്ത്ര്യ വാഞ്ചയ്ക്കു വേണ്ടി ഒടുവിൽ പുരുഷാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കുലസ്ത്രീകളും തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന പ്രത്യേക നീതിക്രമങ്ങളും അരികുവൽക്കരിക്കപ്പെട്ട, ദയവായി നിങ്ങൾ മറ്റ് ഫോണുകൾ മ്യൂട്ടിലാക്കൂ. അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമാക്കി എന്നും നമ്മൾക്ക് പരിശോധിക്കാം. അടിസ്ഥാന വർഗത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സൈദ്ധാന്തവൽക്കരിക്കുവാൻ ഒരു എളിയ ശ്രമമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. പ്രവീണ് ഞാൻ കാണുന്നുണ്ട്, പ്രവീൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ്. ഇതിൽ നിന്നാണ് നമ്മളിവിടെ തുടങ്ങി വയ്ക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മലയാളത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. So here I am, the fine morning, I am doing a humble job or effort to theorize the unscrupulous and inhuman practices followed by the patriarchal society of Travancore, mainly based on Varna system. And that inhuman practice were imposed on the marginalized sections. The lower strata, generally the subordinates, were doled out by elites or tied up in the names of rituals and rites, RITES, rituals and rites. The subordinates were subjected to pay innumerable barbarous and most distinguished taxes. Elite-controlled agencies and its apparatus, religious institutions, art, literature, etc., served to create around the exploited person an atmosphere of submission and of inhibition. And through this apparatus or state mechanism through which the dominant class is able to produce its class domination. So this is what Althusser emphasized in his ideology and ideological state apparatus. However,
Marxist Gramscian dialect is that the dominant ideas are never fully accepted. Ultimately, they are challenged by the deprived and degraded. Not surprisingly, struggle in multifarious forms throughout history against the exploitative system are as old as oppression. The coexistence of domination and defiance is increasingly being accepted in many theories of society, culture, knowledge, and history. As Michel Foucault, in his analysis of power, and many others have shown, domination and resistance often go hand in hand. Here also I am trying to project, in a sense, a struggle for not being extincted. The cockpit was Travancore. The period was between the second half of the 19th and first half of the 20th century. The key actors were the dominant and marginalized, haves and have-nots, privileged and unprivileged. വർണ്ണ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ പുരുഷാധിപത്യ തിരുവിതാംകൂർ സമുദായം എങ്ങനെയാണ് മതത്തിലൂടെയും ജാതിയിലൂടെയും സ്റ്റേറ്റിലൂടെയും അരികുവൽക്കരിക്കപ്പെടുന്നവരെ അടിച്ചമർത്തുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. സ്റ്റേറ്റ് മെക്കാനിസം അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ആൾത്തൂസറിന്റെ ഐഡിയോളജി ആൻഡ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന സിദ്ധാന്തമാണ് കടം കൊള്ളുന്നത്. എന്നാൽ ഇറ്റാലിയൻ മാർക്സിസ്റ്റ് അന്റോണിയോ ഗ്രാംഷിയുടെ തിയറി അനുസരിച്ച് എല്ലാ സമയവും ഈ ഡോമിനേഷനും സബ്മിഷനും കീഴടങ്ങലും അധീശത്വവും ഒരുമിച്ച് പോകില്ല. തീർച്ചയായിട്ടും സംഘടനം അനിവാര്യമാവും. ആ അനിവാര്യമാവുന്ന അവസരങ്ങളിലെല്ലാം ഏറ്റുമുട്ടൽ ഉറപ്പാണ്. അതിൽ അധികൃത വർഗത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഗ്രാംഷ്യൻ സിദ്ധാന്തവും ഞാനിവിടെ കടം കൊള്ളുകയാണ്. അതുകൊണ്ടാണ് മിഷേൽ ഫൂക്കോ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ഓഫ് പവർ അതിൽ പറയുന്നത് അധീശത്വവും ചെറുത്തുനിൽപ്പും ചരിത്രമുള്ള കാലത്തോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആൽത്തൂസറിൻ്റെയും അന്റോണിയോ ഗ്രാംഷിയുടെയും മിഷേൽ ഫുക്കോയുടെയും തിയറിയെ ഞാൻ ഇവിടെ നമ്മുടെ ഈ ട്രാവൻകൂറിൽ ഈ പരമ്പര അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ പ്രബന്ധത്തിന് വേണ്ടി ഞാനിത് കടം കൊള്ളുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, 19ാം നൂറ്റാണ്ടും 20ാം നൂറ്റാണ്ടും ഒക്കെ ആയിരുന്നു ഈ തിരുവിതാംകൂറിൽ നടന്ന പല ഏറ്റുമുട്ടലും സംഘടനകളും നടന്നത്. യുദ്ധക്കളം തിരുവിതാംകൂറാണ്. യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എന്ന് പറയുന്നത് അധീശത്വം ഉള്ളവരും കീഴാളരും, ഉള്ളവനും ഇല്ലാത്തവനും, എല്ലാ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവനും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നവനും തമ്മിലുള്ള ഒരു സംഘടനമാണ് നമ്മുടെ ഈ ട്രാവൻകൂറിൽ ഇവിടെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. The feminine concept considers in what ways historical events and periodization impact women differently from men. For instance, in a seminal article in 1977, I quote, "Did women have a renaissance?" I unquote. John Kelly questioned whether the notion of renaissance was relevant to women. They are interested in how sexual difference has been perceived and configured at different times and places, usually with the assumption that such differences are socially constructed. ജോൺ കെല്ലി ഒരു ചോദ്യം ഉതിർക്കുന്നുണ്ട്. നവോത്ഥാനം എന്ന ഒന്ന് സ്ത്രീകൾക്കുണ്ടോ? അവർക്ക് എപ്പോഴെങ്കിലും അത് ബാധകമായിട്ടുണ്ടോ? അവരുടെ സെമിനാറിൽ
ഇത് ഉയർത്തുവാനുള്ള കാരണം അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വിമൻ ഹിസ്റ്ററി ആൻഡ് തിയറി. അതിൽ അവർ ഉയർത്തുന്ന പ്രശ്നം ലൈംഗിക വ്യത്യാസം എങ്ങനെയാണ് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്നും ആ വ്യത്യാസം സാമൂഹിക നിർമ്മിതിയാണെന്നും വരുത്തി തീർക്കുകയാണ്. അതാണ് അവർ പറഞ്ഞത്. അത് സാമൂഹ്യ അത് വരുത്തി ഒരു നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു ഫാക്റ്റായിട്ട് ആണ് അടിച്ചമർത്തലിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നതെന്നാണ് ജോൺ കെല്ലി അവകാശപ്പെടുന്നത്. അതിന് സബ്സിക്വന്റ് ആയിട്ട് നോക്കൂ, ഗേഡ ലേണർ പറയുന്നത് അവരുടെ പ്രശസ്തമായ ദ ക്രിയേഷൻ ഓഫ് ഫെമിനിസ്റ്റ് കോൺഷ്യസ്നെസ് എന്നുള്ള പുസ്തകത്തിൽ അവർ പറയുന്നു, in which Gerda Lerner explores the creation of patriarchy and the ways in which men through religion, the family and the state were able to define women as socially and intellectually inferior. Creation of patriarchy എങ്ങനെയാണ് സ്ത്രീകൾ സാമൂഹികമായും ബൗദ്ധികമായും ഇൻഫീരിയർ ആണ് എന്ന് വരുത്തി തീർക്കുന്നത് എങ്ങനെയാണെന്ന് ഗേഡ ലേണർ നമുക്ക് കാട്ടിത്തരുന്നു. വിമൻ വെർ ഇന്റേണലൈസ്ഡ് ദിസ് ഇൻഫീരിയോറിറ്റി ആൻഡ് were reluctant to express ideas which were different from their patriarchal mentors. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അഭിലാഷങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി അടിച്ചമർത്തപ്പെട്ട് ഒതുങ്ങി കഴിയുവാനാണ് അവരുടെ വിധി എന്നാണ് ഗേഡ ലേണർ അവരുടെ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ സെൽഫ് കൺസ്ട്രൈൻഡ് ഫെമിലിറ്റിയാണ്, തന്നിലേക്ക് ഒതുക്കുന്ന ഒരു സ്ത്രീത്വമാണ് ഇവിടെ ലേണർ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ഈ സ്ത്രീത്വത്തിന്റെ പൊതുവായ ഈ ഘടകങ്ങൾ തിരുവിതാംകൂർ ദേശത്ത് എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹൗ ഡിഡ് ദീസ് എലിമെന്റ്സ് symbolize in a princely state of Travancore? No other state in India had such social taboos as was in Travancore. There were so many stigmas existed in the princely state from the very beginning. Most of the times, the prey were women folk who were strictly forbidden from any form of public exposure and totally excluded from the public sphere. പൂർണ്ണമായും പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾ അകറ്റപ്പെടുന്നു. തിരുവിതാംകൂർ ദേശത്തും നമ്മൾ കാണുന്നത് മറ്റൊന്നല്ല. Indeed, we have ample reason to believe that the codes of conduct for individuals located within particular social groups were traditionally organized, among other considerations, by those of sex also. This continued to be a feature of everyday life in less modernized settings well into the 20th century. Since several elements of the old order continue to survive, women were destined to remain as domestic labor in the domestic domain, though the specific content of it was significantly altered. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു ദേശത്ത് ഏറ്റവും വലിയ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെക്സാണ്. ഇത് എങ്ങനെയാണ് ഈ സെക്സിനെ നിർവചിച്ചിരിക്കുന്നു, ആ സെക്സ് ആർക്കാണ് എങ്ങനെയാണ് പരിപാലിപ്പിക്കേണ്ടതെന്നൊക്കെ പുരുഷാധിപത്യമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശം നഷ്ടപ്പെട്ട, സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത, പൊതു ഇടങ്ങളിൽ ഇടം നഷ്ടപ്പെട്ട സ്ത്രീജനങ്ങൾ അവരെന്തായി കഴിയുന്നു? അവര് റിമൈൻഡ് ആസ് ഡൊമസ്റ്റിക് ലേബർ ഇൻ ഡൊമസ്റ്റിക് ഡൊമൈൻ. വീടിനുള്ളിൽ ഒതുങ്ങുകയാണ്. ദോ ദ സ്പെസിഫിക് കണ്ടന്റ് ഓഫ് ഇറ്റ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടേർഡ്. ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ദർശിക്കാമെങ്കിലും പൊതുവിൽ നമ്മൾ കാണുന്നത് ഒതുക്കപ്പെടുന്ന സ്ത്രീത്വമാണ്. ജ്യോതിപുരി in her celebrated work Women, Body, Desire, Post-Colonial India, Narratives of Gender and Sexuality,
So this is the book written by Jyoti Puri. Jyoti Puri underlines the nature of Indian society with, I quote, national cultural past. Again, I repeat, Jyoti Puri underlines the nature of Indian society with national cultural past. It is described as a closed society with uniform standards, powerful religious sanctions, and a family unit where elders held positions of unquestionable authority. Men had a superior standing, women were accepted as wives and mothers and obedient children. ഇതാണ് ഒരു ഹെയറാർക്കി, ഒരു ഫാമിലി ഹെയറാർക്കി. ഇതാണ്. സ്ത്രീക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. ആ ഫാമിലി യൂണിറ്റിൽ ഒന്നുകിൽ സ്ത്രീ വൈഫായിരിക്കും, അല്ലെങ്കിൽ മദേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒബീഡിയൻ്റ് ആയ ചിൽഡ്രനാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒബീഡിയൻസ് കൂടണമെന്നാണ് പുരുഷാധിപത്യ നിലപാട്. അത് നമുക്ക് താഴോട്ട് വിവരിക്കാം. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച അധിനിവേശ സങ്കല്പമാണ് വർണ്ണവ്യവസ്ഥ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വർണ്ണവ്യവസ്ഥയാണ് പുരുഷാധിപത്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സ്ത്രീയെ ഒതുക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്ക് നയിക്കുന്നത്. അത് സ്ത്രീയെ പുരുഷന്റെ ഒരു കേവല ഭോഗവസ്തുവാക്കി അധപ്പതിക്കുന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, നമ്മുടെ ഏതെങ്കിലും ഈ പുസ്തകങ്ങൾ എടുത്താലും, ഞാനത് ആദ്യമേ പറയാം, ഒരു പുസ്തകം എടുത്താൽ പുസ്തകത്തിൻ്റെ ഏറിയ പങ്കും പെൺകുട്ടികൾ അല്ലെങ്കിൽ അവരുടെ കൗമാരം, അവരുടെ സെക്സ്, അവരുടെ കൗമാരിക ലൈംഗികത, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരാളിന് ഒരു പുരുഷനേക്കാളും, അല്ല ഒരു ഗേളും ഒരു ബോയും ഒരുമിച്ചാണ് വളർന്നു വരുന്നതെങ്കിലും സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. എങ്ങനെയുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവളുടെ, ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാവും, അവൾക്കുള്ള ആർത്തവ ചംക്രമണം, അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് പെൺകുട്ടി മുതിർന്നു കഴിഞ്ഞു, ഇനി വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്ന ഒരു ഡിക്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ ഈ പാരഗ്രാഫിൽ പുസ്തകങ്ങൾ പോലും സെക്സിനെ കാണുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ്. ആ സെക്സ് എന്നുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സെക്ഷൽ ഫ്രീഡം, അത് സ്ത്രീയെ ഒതുക്കുന്നതിലേക്കാണ് അത് അവർ ഉപയോഗിക്കപ്പെടുന്നത്. ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രോബ്ലംസ് ഓഫ് അഡോളസെന്റ് സെക്ഷുവാലിറ്റി, sexual development, changing bodies, psychologies and emotions associated with puberty and adolescence are posed with many social issues. ഞാൻ പറഞ്ഞല്ലോ, കൗമാര ലൈംഗികത, പിന്നെ പെൺകുട്ടി വളർന്നു വരുന്നു, സെക്ഷൽ ഡെവലപ്മെന്റ്, ചേഞ്ചിങ് ബോഡീസ്, അവരുടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ഇമോഷൻസ്, അത് കുട്ടി ഋതുമതി ആവുന്നത് മുതലുള്ള ആ ഇമോഷൻസ്, ആ ഞാൻ ഈ പറഞ്ഞ ആ കൗമാരം, ഇതെല്ലാം പിന്നീട് ആ പെൺകുട്ടി പല വിധത്തിലുള്ള പ്രോബ്ലംസിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. What is curious is that in the explanations provided for the changing pubertal female and male bodies, physical changes in girls are primarily marked by the onset of menstruation, which is described as a normal sign of maturation and ability to produce a baby. കുട്ടി ആർത്തവം തുടങ്ങിക്കഴിഞ്ഞു, ഋതുമതി ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ കാണുന്നത് മെച്ചുറേഷൻ പോയിന്റിലെത്തി, ഇനി ആ പെൺകുട്ടി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുവാൻ കഴിവുള്ളവളായി മാറി. അതാണ് അവരുടെ അവസാനത്തെ ധർമ്മം എന്നുള്ള രീതിയിലാണ് പുരുഷാധിപത്യം പറഞ്ഞു വെക്കുന്നത്. Despite the claim that girlhood is based on the female body's natural ability to menstruate, the sexed body is derived from the notions of gender. അപ്പോൾ ലൈംഗിക ശരീരം, മെൻസ്ട്രുവേഷൻ തുടങ്ങിയ ലിംഗഭേദം തുടങ്ങിയവയിലാണ് പിന്നീട് ഈ പുസ്തകങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Moreover, ടെക്സ്റ്റ് ഗ്രന്ഥങ്ങൾ targeted exclusively at girls focus almost entirely on matters such as the menstruation, development of breast and emotional changes. Unquestionably, these texts produce explanations of sexed bodies
that rooted in the hierarchies of male, female, active sexuality, passive sexuality, sexual restraint, etc. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അപ്പൊ ഇത് വേരൂന്നിരിക്കുന്നത് ഈ ശ്രേണീബദ്ധമായ ഈ മെയിൽ ഫീമെയിൽ, സ്ത്രീ പുരുഷൻ, അതുപോലെ സജീവമായ ലൈംഗികത, നിഷ്ക്രിയ ലൈംഗികത, ലൈംഗിക സംയമനം, ഇതെല്ലാം തന്നെ എന്താണ് കാച്ചു കുറുക്കി അത് കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ മെൻസ്ട്രുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒതുക്കി നിർത്തപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പുരുഷാധിപത്യവും. That the sexed body as an instrument of social regulation is supported by mechanisms of individual self-surveillance and self-regulation is reflected in the premise of generating text of this kind. അപ്പം സ്വയം നിരീക്ഷണവും സ്വയം നിയന്ത്രണങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ മാറപ്പെടുകയാണ്. ആ ഒരു സ്വയം നിയന്ത്രിതം, ശരീരത്തെ നിയന്ത്രിക്കുക, ലൈംഗിക ശരീരത്തെ എങ്ങനെയാണ് സാമൂഹിക നിയന്ത്രണങ്ങൾക്ക്, സൂക്ഷ്മ നിരീക്ഷണങ്ങൾക്ക്, സ്വയം നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുക, എങ്ങനെയാണ് വിധേയമാക്കേണ്ടത് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പെണ്ണ് എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ടെക്സ്റ്റുകൾ, ഈ ഗ്രന്ഥങ്ങൾ പോലും കൂടുതലായി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൈംഗികതയിലെ അധികാരങ്ങൾ പുരുഷന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എല്ലാ സമൂഹങ്ങളും സ്ത്രീ ലൈംഗികതയെ അടിച്ചമർത്തുന്നുവെന്നും പുരുഷാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തോടെയാണ് സ്ത്രീ ശരീരത്തിലുള്ള നിയന്ത്രണം ആരംഭിച്ചതെന്നും നിരീക്ഷിച്ചിട്ടുണ്ട്. പുരുഷന്മാർ സ്ത്രീയുടെ ലൈംഗികതയെ കീഴടക്കുക മാത്രമല്ല, അതിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർവചിക്കുകയും ചെയ്തു. സ്ത്രൈണ ലൈംഗികതയെ നിസ്സാരമാക്കി തരം താഴ്ത്തുകയും അപകടകാരിയോ പുരുഷന് ജീവാപായം പോലും വരുത്തുന്നതോ ആയി വീക്ഷിക്കുകയുമാണ് ചരിത്രത്തിലുടനീളം ചെയ്തിട്ടുള്ളതെന്ന് ഷെയ്ല കിറ്റ്സിഞ്ചർ ലിൻഡ ബെർക്കും സാൻഡി ബെസ്റ്റും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ പ്രശസ്തമായ ആർട്ടിക്കിൾസിലൂടെ അവരത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീയുടെ ലൈംഗിക അനുഭവങ്ങളും അവയവങ്ങളുമെല്ലാം പുരുഷൻ വിവരിച്ചു. സമൂഹത്തിൽ രൂഢമൂലമായി കഴിഞ്ഞ ഇത്തരം പുരുഷ നിർവചനങ്ങളിൽ കൂടി മാത്രമേ സ്ത്രീകൾക്ക് തങ്ങളുടെ ലൈംഗികത എന്തെന്നറിയാൻ കൂടി സാധിച്ചിരുന്നുള്ളൂ. തങ്ങളുടെ യഥാർത്ഥ ലൈംഗിക അനുഭവങ്ങൾ മറച്ചുവെക്കാനോ തെറ്റാണെന്ന് ധരിക്കാനോ അവർ നിർബന്ധിതരായി. സ്ഥാപനവൽക്കരിക്കപ്പെട്ട ലൈംഗികതയിലൂടെയാണ് സ്ത്രീകൾ തങ്ങളുടെ ലൈംഗിക അഭിലാഷത്തെ പ്രകാശിപ്പിക്കുന്നതെന്നും സ്ത്രീകളുടെ ലൈംഗിക അനുഭവങ്ങളെ നിർവചിക്കുന്നത് സമൂഹത്തിലെ അതീശത്വ പ്രത്യയശാസ്ത്രമാണെന്നും വെൻഡി ഫോക്നറുടെ പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീ എന്തായിരിക്കണം, സ്ത്രീ എങ്ങനെ ഒതുങ്ങണം, സ്ത്രീയുടെ ശരീരം എങ്ങനെ ആയിരിക്കണം, സ്ത്രീയുടെ ലൈംഗികത എങ്ങനെയായിരിക്കണം, സ്ത്രീയുടെ ശരീരങ്ങൾ അവയവങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പുരുഷന്മാരാണ് വിവരിച്ചിരുന്നതും നിശ്ചയിച്ചിരുന്നതും നിയന്ത്രിച്ചിരുന്നതും. അതുകൊണ്ടാണ് ഷെയ്ല കിസ്റ്റിഞ്ചറും ലിൻഡ ബെർക്കും സാൻഡി ബെസ്റ്റും ഈ വെൻഡി ഫോക്നറും എല്ലാം അവരുടെ തിയറികളിലൂടെ, അവരുടെ സിദ്ധാന്തങ്ങളിലൂടെ ഈ കാര്യം ഊന്നി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ശ്രമിക്കുന്നത്. Arguably, helping individual girls and boys manage their adolescence and transition into adulthood also serve to ensure that they will assume responsibility for regulating their bodies by internalizing what is normal for their bodies and sexualities according to prevailing social norms. സമൂഹത്തിൽ നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് ശരീരത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ദീസ് ടെക്സ്റ്റ്, ഈ ഗ്രന്ഥങ്ങൾ എയിം ടു നോർമലൈസ് ജെൻഡർ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ലൈംഗിക വികാസത്തെയും ലൈംഗികതയും എല്ലാം ഇവർ തന്നെയാണ് നിർവചിക്കുക വഴി ഇവരെന്ത് ചെയ്യുന്നു, ഒരു ശരീരത്തെ, ഒരു 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 ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ബോഡിയെ അവരെന്താക്കി മാറ്റുന്നു. അതാണ് ഫൂക്കോ, വാട്ട് ഫൂക്കോ കോൾസ് thus bodies become docile bodies. Docile bodies means submissive bodies. ബോഡിയെ കീഴടക്കുകയാണ്, ബോഡിയെ തളർത്തി കിടത്തുകയാണ്. ബോഡീസ് ദാറ്റ് റിലൈ ഓൺ
ഇൻഡിവിജ്വൽ സെൽഫ് സർവേലൻസ് ആൻഡ് മോണിറ്ററിങ്. അപ്പോൾ സ്വയം നിരീക്ഷണത്തിൽ ശരീരം സ്വയം നിരീക്ഷണത്തിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് മിഷേൽ ഫുക്കോ അദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്നു. ബോഡീസ് എന്തായി മാറുന്നു? ഡൊസൈൽ, DOCILE, ഡൊസൈൽ ബോഡീസ്. ലൈംഗിക അഭിലാഷത്തെ പ്രാചീന കാലം മുതൽ സമൂഹം അമർച്ച ചെയ്യുന്നതിനെ കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ലൈംഗിക അഭിലാഷത്തെ എങ്ങനെയാണ് സമൂഹം അമർച്ച ചെയ്യുന്നത്? ഈ അമർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ടാബൂസ് എന്ന് വിളിക്കുന്നത്. ടാബൂസ്. മതം സവിശേഷമായി ലൈംഗികതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ റിലീജിയൻ, മറ്റൊരു ഘടകം റിലീജിയൻ. അൽത്തൂസർ നേരത്തെ പറഞ്ഞു, മതം, സമൂഹം, പുരുഷാധിപത്യം ഇതെല്ലാം എങ്ങനെയാണ് ഒരു അപ്പാരറ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് സ്ത്രീയെ അടിച്ചമർത്താൻ. അതാണ് മതതത്വങ്ങളും പ്രമാണങ്ങളും പൗരോഹിത്യവും ഉൽപാദന ബന്ധങ്ങളും മൂല്യവ്യവസ്ഥകളുമെല്ലാം ലൈംഗികതയെ, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രപരമായ സ്വഭാവമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ലൈംഗികതയുടെ മേലുള്ള സവിശേഷ ഇടപെടലുകളാണ്, ഒന്നുകൂടെ ഞാൻ പറയാം, ലൈംഗികതയുടെ മേലുള്ള സവിശേഷ ഇടപെടലുകളാണ് മതം, സദാചാരം, ആചാര വിശ്വാസങ്ങൾ, മൂല്യവ്യവസ്ഥ, സാമൂഹിക ഘടന, സ്ഥാപനങ്ങൾ എന്നിവയുടെ അടിത്തറയായി വർത്തിക്കുന്നതെന്ന് ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ലൈംഗികതയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ മിഷേൽ ഫുക്കോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലൈംഗികതയുടെ മേലുള്ള നിയന്ത്രണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി കെട്ടി ഉയർത്തിയവയാണ് സാമൂഹിക സ്ഥാപനങ്ങളെല്ലാം തന്നെ. ലൈംഗികതയെ പാപമായി പരിഗണിച്ചു പോകുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം അധികാരവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യേണ്ടതിൻ്റെ താല്പര്യം ഇതാണ്. അപ്പൊ നോക്കൂ, ചരിത്ര പശ്ചാത്തലം. അപ്പോൾ ലൈംഗികത പാവമായി പരിഗണിക്കുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അധികാരവുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അധികാരം ബന്ധപ്പെടുത്തി എങ്ങനെയാണ് അത് വിശകലനം ചെയ്യേണ്ടതെന്നുള്ള എങ്ങനെയാണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കൂടാതെ much of the literature of contemporary India analyzes the female body through categories of tradition, modernization, patriarchy, and male dominance, especially on menarche and menstruation. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, മെനാർഷ്യ, ആർത്തവക്രമം, ഇതിനെയൊക്കെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ വീണ്ടും അത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്ന ഒരു പോയിന്റ്, ഈ സെക്സ് എങ്ങനെയാണ്, സെക്സ് സെർവ്സ് ടു എലിസിറ്റ് ദ കൺസെന്റ് ഓഫ് വിമൻ ടു ദെയർ സോഷ്യൽ റെഗുലേഷൻ ഓർ സ്ട്രാറ്റജീസ് ഓഫ് റെഗുലേറ്റിംഗ് ഫീമെയിൽ ബോഡീസ്. അപ്പോൾ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്തവക്രമം, അങ്ങനെ ഇങ്ങനെ അതുപോലെ ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങൾ എടുത്തു പ്രയോഗിച്ചുകൊണ്ട് അത് സ്ത്രീകളിലൂടെ തന്നെ അത് അവരുടെ ശരീരത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു രീതി പറയാനാണ് ഞാനിവിടെ വരുന്നത്. നോക്കൂ, സെക്സ് സെർവ്സ് ടു എലിസിറ്റ് ദ കൺസെന്റ് ഓഫ് വിമൻ ടു ദെയർ സോഷ്യൽ റെഗുലേഷൻ ഓർ സ്ട്രാറ്റജീസ് ഓഫ്, ഒരു സ്ട്രാറ്റജിയാണത്, റെഗുലേറ്റിംഗ് ഫീമെയിൽ ബോഡീസ്. ദീസ് അറ്റംപ്റ്റ്സ് ടു റെഗുലേറ്റ് ഫീമെയിൽ ബോഡീസ് ആർ ഇൻകോർപ്പറേറ്റഡ് into everyday bodily practices and experiences. അത് എവറിഡേ ബോഡ്ലി പ്രാക്ടീസസ് ആൻഡ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കാണാം. അതിനെയാണ് സൂസൻ ബോഡോ, ദിസ് ഈസ് വാട്ട് സൂസൻ ബോഡോ വിളിക്കുന്നത്, ഐ കോട്ട്, ദ ഡയറക്റ്റ് ഗ്രിപ്പ് ഓഫ് കൾച്ചർ ഓൺ ദ ബോഡി. ഡയറക്റ്റ് ഗ്രിപ്പ് ഓഫ് കൾച്ചർ ഓൺ ദ ബോഡി, അതായത് ശരീരത്തിന്മേലുള്ള സംസ്കാരത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള പിടിമുറുക്കൽ എന്നാണ് സൂസൻ ബോഡോ ഇതിനെ വിവരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ബോഡി എല്ലാത്തിനും അടിസ്ഥാനപരമായി വർദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ സമയം അധികം ദീർഘിപ്പിക്കാതെ ഒരു 1-2 പോയിന്റ് മാത്രം ബോഡിയെ എങ്ങനെയാണ് കാണുന്നു എന്ന് ഞാൻ പറയാം. ഈ ബോഡി ധാരാളം പേർ നിർവചിച്ചിട്ടുണ്ട്. അതിൽ 2-3 പേരുടെ പോയിന്റ് മാത്രം ഞാൻ ഇതിന് ഒരു സബ്സിക്വന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വെക്കാം. എമിലി ദുർഖൈം അദ്ദേഹം ബോഡിയെ നിർവചിച്ചിരിക്കുന്നത് ബോഡി ഈസ് എ മെറ്റഫർ ആൻഡ് എ സിംബൽ എന്നാണ്. ശരീരം ഒരു രൂപകമാണ്, ഒരു ചിഹ്നമാണ്. ഇറ്റ് ഹാസ് ടെക്നിക്കൽ ആൻഡ് ടെക്നോ സിംബോളിക് എഫിഷ്യൻസി. യൂസസ് ഓഫ് ദ ബോഡി ആർ സൈൻസ്, ചിഹ്നങ്ങളാണ്. അണ്ടർസ്റ്റുഡ് എക്സ്പ്രഷൻസ്, നമുക്ക് അതിൽ നിന്നും അവരുടെ എക്സ്പ്രഷൻസ് മനസ്സിലാക്കാം. എമിലി ദുർഖൈമിനെ തുടർന്ന് മാർസൽ മൗസ് ബോഡിയെ നിർവചിച്ചിരിക്കുന്നത് they are a language through which participation in a collective reality is communicated. Bodies are a language through which participation in a collective reality is communicated. Collective reality കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്, ഒരു ഭാഷയാണ് ശരീരമെന്നാണ് മാർസൽ മൗസ് പറയുന്നത്. Body is a powerful potential factor which does not recognize body as a mere biological entity. വെറും ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി അല്ല ശരീരം, മറിച്ച് ബോഡി ഈസ് എ കോംപ്രിഹെൻസീവ് പാർട്ട് ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിൻ്റെ അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ടാണ് മേരി ഡഗ്ലസ് അവരുടെ നാച്ചുറൽ സിംബൽസ് എന്ന പുസ്തകത്തിൽ പറയാം. മേരി ഡഗ്ലസ് ഇൻ ഹെർ നാച്ചുറൽ സിംബൽസ്. ധാരാളം പേരുണ്ട്, ഞാൻ ഒരു പേരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ബോഡിയുടെ കാര്യത്തിൽ. The next theoretician who studied about the social body is Pierre Bourdieu, the French sociologist. Pierre Bourdieu, the French sociologist, also defined body as a social body, who presents the body as a center of social regeneration or reproduction of society. സാമൂഹിക പുനർജീവനം അല്ലെങ്കിൽ ഒരു സാമൂഹിക പുനരുൽപാദനം. അപ്പോൾ ബോഡി എന്നുള്ളത് സമൂഹമാണ്, ബോഡി എന്നുള്ളത് ഒരു ഭാഷയാണ്, ബോഡി എന്നുള്ളത് സമൂഹത്തിൻ്റെ എല്ലാമാണ്. ബോഡി എന്നത് ഒരു രൂപകമാണ്, ഒരു ചിഹ്നമാണ്. അത് ടെക്നിക്കൽ ആൻഡ് ടെക്നോ സിംബോളിക്കൽ എഫിഷ്യൻസി അതിനുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ പ്രബന്ധത്തിൻ്റെ തുടക്കം തന്നെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. So due to time constraints, deliberately I am skipping so many other aspects of body that I will read on some other occasions in some other papers. Okay, so as I said earlier, again we come to Travancore. As I said earlier, there were innumerable social systems and taboos prevailed in Travancore. The traditional Kerala society was constituted almost on the basis of the Varna system. I told you earlier. At the summit of the ritual hierarchy sat a small sprinkling of Brahmins who combined with both landlords and temple priests. The lower castes were subjected to all kinds of disabilities, namely untouchability, unapproachability, unseeability. And what more, this distinction of higher and lower, Savarna, Avarna, etc., fragmented the body and society. So these differences of higher and lower, this Varna caste, actually practically fragmented the body and society as a whole. And India, the origin of slavery is considered to be a byproduct of caste system, which prevents one from roofing the house, wear jewels, wear decent dress,
walk along the public streets, or even to live as a human being. Here, I would like to look upon two aspects in this regard: body and society. The questions here are: one, how did body represents in a caste society? And two, how did a traditional or superstitional or orthodoxical society reacts in it? Caste-based traditional society of Travancore was regulated by Jadi Maryada, or set of codes framed by the Savarna class. This Jadi-based mode of ordering human beings thrown the unprivileged into untold miseries and hardships. The Shanar caste, one of the oppressed, were the worst affected. Amidst the poverty, they had to pay poll tax, not only for its young, but also for the dead. To mark their degradation, their women were forbidden to wear clothing above the waist. They were also not allowed to use roads, wear shoes and golden ornaments, carry pots of water on their hips, build multi-storied houses, milk cows, or even use the ordinary language of the country. A ridiculous extreme of the system of taxation was that the lower classes were also made to pay taxes on their hair they grew and the breast of their women. Unsurprisingly, the demeaning way in which these taxes were collected tended to outrage the people more than the taxes themselves. One Idava lady, unable to bear the humiliation and rapacity of the tax collectors in collecting breast tax, cut off one of her breast and presented it to them. Of all the forms of rebellion that formed part of the Maramarakal Samaram, the story of a woman named Nangeli stands out. A story that has become symbolic of the struggle. She belonged to the central region of Kerala, Cherthala or Sherthala. Mulakaram, which was one among the many oppressive taxes levied on the lower caste, meant that a woman was granted the right to cover her breast only if she paid a fee to the government. In the year 1803, Nangeli was brave enough to unflinchingly defy the orders of the state. So, as I said earlier, in Travancore, the breast tax was one of the most barbarous taxes which ever seen in the pages of history. The Malayalam novel Mula Muruchum Mudiyarthum, actually it's a novel written by Pangil Bhaskaran in the 1980s, is an account of the experience of the lower caste women in the 19th century. I am not going to the details. For getting a thorough knowledge in the breastcloth controversy, I have come across the following volumes, despite of other texts in Malayalam. I have come across these texts for getting a clear picture of the breastcloth controversy in Kerala. Dick Coyman, Conversion and Social Equality in India, James Forbes, Oriental Memoirs, Hardgrave Jr., The Breastcloth Controversy, Caste Consciousness and Social Change in Southern Travancore, Reinhard Bendix, Conrad Brandt. They together wrote a book, State and Society, a reader in comparative post-political sociology. Elisa Kent, Converting Women,
gender and Protestant Christianity in colonial India. Sylvester Ponnumuthan, the spirituality of basic ecclesiastical communities in the socio-religious context of Kerala. Susan Billington Harper, in the shadow of the Mahatma. Robert Ross, Clothing, a global history polity. Kenneth W. Jones, socio-religious reform movement in British India. And finally, David Ketzer, ritual, politics, and power. So these are the books I have come across for getting a picture about this breast cloth controversy. In addition to that, there are so many other books also written in English, Malayalam, even in Tamil. As I mentioned earlier, in a stigmatic society, in a masculine body politic, female body gets reinscribed as a source of pleasure for men. Patriarchal cultures have persistently depicted the female body as either an object of desire or an apparatus of reproduction. Sexuality and its experiences are rarely autonomous phenomena for women. അപ്പോൾ ലൈംഗികതയും അതിൻ്റെ എക്സ്പീരിയൻസും പോലും സ്ത്രീക്ക് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുപോലും പാട്രിയാർക്കിക്കൽ കൾച്ചറാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, നിശ്ചയിച്ചിരുന്നത്. അതിനെക്കുറിച്ച് കൾച്ചറൽ തിയറിസ്റ്റുകളായ തേർഡ് വേവ് ഓഫ് ദി ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ വക്താക്കളായ മിഖെയിൽ ബെക്തിനും എലൻ റൂണിയും നയോമി ആർ ഓൾഫും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാട്രിയാർക്കൽ കൾച്ചർ ഒരു ഫീമെയിൽ ബോഡിയെ സ്വയം ഭോഗത്തിനും ആഗ്രഹത്തിനുമായിട്ട് അല്ലെങ്കിൽ വെറും ഒരു റീപ്രൊഡക്ഷന്റെ വസ്തുവായി ഒരു ടൂളായിട്ട് കാണുന്നത് എങ്ങനെയെന്ന്, അതുപോലെ സെക്ഷ്വാലിറ്റിയും അതിൻ്റെ എക്സ്പീരിയൻസ്, അത് റെയർലി ഓട്ടോണമസ് ഫിനോമിന ഫോർ വിമൻ, അതുപോലും സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ഈ കൾച്ചറൽ തിയറിസ്റ്റുകളായ ഈ തേർഡ് വേവ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ വക്താക്കളായ മിഖെയിൽ ബക്തിനും എലൻ റൂണിയും അതുപോലെ നവോമി ആർ ഓൾഫും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ again we come to our Travancore. So when we take the case of traditional society of Travancore as an example, sexual submissiveness of Shudra women to Brahmins often been projected as an important element of upper caste dominance in Kerala, and the convention of leaving the bosom uncovered by women, which continued well into the decades of the 20th century, has been considered to be part of this. So back in the early 1800s, both men and women of the lower caste, mainly the Nadars or Shanas, and Iruva communities were not allowed to cover their chest in front of members of upper caste. This was considered a sign of modesty, and it was important they compiled. Clothing was considered a sign of wealth and prosperity, and the poor and the lower caste were simply not entitled to it. വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉയർന്ന വർഗങ്ങൾക്ക് മാത്രം. അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കാനുള്ള അവകാശം സാധാരണക്കാർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. റോബിൻ ജെഫ്രി തുറന്നെഴുതുന്നു, The Nair girl was taught to bare her breast as a mark of respect before such incarnate deities. Incarnate deities means Brahmins. Her greatest pleasure should be giving pleasure to them. ബ്രാഹ്മണന് മുമ്പിൽ മാറ് കാണിച്ചു കൊടുക്കേണ്ടുന്ന ആവശ്യകത ഈ ഭൂമുഖത്തുള്ള അവതാര പുരുഷനായ ബ്രാഹ്മണന് മുമ്പിൽ അതാകാം എന്നാണ് പറയുന്നതായി റോബിൻ ജെഫ്രി വിലയിരുത്തുന്നു. It is also noted that while both men and women of groups lower in the entrenched order was equally expected to display their submission by removing their upper cloth.
ഇതൊരു സിസ്റ്റമാണ്. താഴ്ന്ന ജാതിയിലുള്ളവൻ അവൻ്റെ മേൽവസ്ത്രം മാറ്റി പ്രദർശിപ്പിക്കുക എന്നുള്ളത് നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. ട്രൂ, സത്യമാണ്. It could also signify a particular position in the established jati-based social order. Clocking the body with a cloak and a cotton leaf umbrella was obligatory for Antarjanams when they ventured out of their homes. ഞാൻ വേറൊരു അവസരത്തിലാണ് അതിന് വിശദമായിട്ട്, അന്തർജനത്തിന്റെ അവസ്ഥയും മറ്റൊരു തരത്തിലായിരുന്നില്ല, അത് വേറൊരു അവസരത്തിൽ പറയാവുന്നതാണ്. അവർക്ക് വേറെ തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യമായ വിലക്കുകൾ അവർക്കും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കവറിങ് ദ ബോഡി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇറ്റ് കുഡ് സിഗ്നിഫൈ വൺസ് ഐഡന്റിറ്റി, ഒരാളുടെ ഐഡന്റിറ്റി. മറ്റൊരു തരത്തിൽ ഇറ്റ് കുഡ് എൻഹാൻസ് ദ ഇറോട്ടിക് അപ്പീൽ ഓഫ് ദി ബോഡി. ഇറോട്ടിക്, സൗന്ദര്യ അഭിനിവേശം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, ഇറോട്ടിക് അപ്പീൽ ഓഫ് ദി ബോഡി. Often in these, clothing the female body becomes an act of challenge to higher authority or between groups. അപ്പോൾ ഈ ടാബൂസിനെ മറികടന്നുകൊണ്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉയർന്ന ജാതിക്കാരന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരായിട്ടൊരു വെല്ലുവിളിയായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. So not surprisingly, this practice was condemned by all reformisms of 20th century Kerala, which upheld aspirations of community building. ഇതിനെതിരെ ധാരാളം സാമൂഹിക പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയുന്ന ഒരു ഏജന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അടുത്ത് എമിലി ദുർക്കമ്മിൻ്റെ ഒരു സോഷ്യൽ ഏജന്റ് എന്ന് പറയും. അതായത് ഒരു വസ്തു നടപ്പിലാക്കാൻ വരുന്ന ഒരു ഏജന്റാണ്. ആ ഏജന്റ് ഞാനിവിടെ ക്രിസ്ത്യൻ മിഷണറിയാണ് ഉദ്ദേശിക്കുന്നത്. The missionaries especially led a life and death struggle to put an end to this inhuman practice. Supported by the missionaries, the Nadars or Shanars of South Travancore sought to use their achieved strength for the upliftment of their community. Their urge for equal rights with the high-class Hindus resulted in the outbreak of a revolt known as the breast cloth controversy. അങ്ങനെ ആ വസ്ത്രം ധരിക്കുക എന്നുള്ളത് സവർണനെ വെല്ലുവിളിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ബ്രസ്റ്റ് ക്ലോത്ത് കോൺട്രവേഴ്സി എന്നുള്ള ഒരു സമരം, മാറുമറക്കൽ സമരം കേരളത്തിൽ സംജാതമായത്. ഇവിടെ എമിലി ദുർഖം അദ്ദേഹത്തിന്റെ എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് he analyzed the kind of solidarity that produced ritualized and approved forms of collective action through social agent. എങ്ങനെയാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ സോളിഡാരിറ്റി ഉണ്ടാകുന്നു, അത് ഉൽപ്പാദിപ്പിക്കുന്നതും അത് റിച്വലൈസ് ചെയ്യപ്പെടുന്നതും അത് അംഗീകരിക്കപ്പെടുന്നതും അതൊരു കളക്റ്റീവ് ആക്ഷനിൽ എത്തിച്ചേരുന്നതും, ആ കളക്റ്റീവ് ആക്ഷൻ എങ്ങനെയാണ് സോഷ്യൽ ഏജന്റിലൂടെ സംജാതമാകുന്നു എന്നും എമിലി ദുർഖം ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമിനൻസ് ആൻഡ് റെസിസ്റ്റൻസിന്റെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് ദുർഖമിന്റെ ഈ പുസ്തകത്തിന്റെ ഈ ഭാഗം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. Christian missionaries succeeded in achieving confirmation, permitting the women of Shanar converts to wear jacket called kupaya. Christian Chanar women or Chanar women of all creeds could dress in any manner whatever, and the right to wear an upper garment was extended to all classes and castes. ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ പ്രവർത്തനം ചുരുക്കി പറഞ്ഞതാണ്. ക്രിസ്ത്യൻ മിഷണറീസിന്റെ പ്രവർത്തനം മൂലം ആദ്യം ഒരു സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആയപ്പോൾ എല്ലാവർക്കും വസ്ത്രം ധരിക്കാവുന്നുള്ള രീതി വന്നു. 3 സ്റ്റേജാണ് ഈ സമരം നടന്നത്. 3rd February 1829, 18th July 1859 and 11th July 1865. ഈ 3 കാലം 1829, 1859, 1865 ഈ 3 ഘട്ടത്തിലും മിഷണറിമാരുടെ പ്രവർത്തനവും ഇടപെടലുകളും വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ റൈറ്റ് കിട്ടി എന്നുള്ളത് ചരിത്രം. The Chanar agitation, Chanar agitation was a clear manifestation of the social awakening
created among the Dalits by the missionaries. It was the first organized fight against the caste system in Travancore. It was even hailed as the first real victory against the rigor of caste in Travancore, won by a small group of people. So when we look at the background again, the breast tax was the most disgusting tax ever imposed on any woman in history. The breast tax system was imposed and it was levied from the lower caste women with the purpose of humiliate them. Actually, this what I am saying is a piece of history. Kindly listen. The breast tax system was imposed and it was levied from the lower caste women with the purpose of humiliate them. The upper class women were allowed to cover their breast and no such restrictions was imposed on them. These were the times during which a person's social status was decided based on their caste, and this required a clear identification of the person basically on their way of dressing. Kindly listen. Indeed, the Mulakkaram had little to do with breast other than the tenuous connection of nomenclature. മാരടത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നതിൽ കവിഞ്ഞ് അതിനു വേണ്ടിയുള്ള ഒരു കാര്യമല്ല, അതൊരു തലവരി പണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി എ പോൾ ടാക്സ്. അപ്പം താഴ്ന്ന ജാതി സ്ത്രീകളിൽ നിന്നും എന്താണ് പിരിച്ചിരുന്ന ഒരു തലവരി പണമാണ്, ഒരു പോൾ ടാക്സ് മാത്രമാണ് ഈ മുലക്കരം എന്നുള്ള രീതിയിൽ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. It was a poll tax charged from low caste communities as well as other minorities. അപ്പോൾ താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്നും ന്യൂനപക്ഷങ്ങളിൽ നിന്നും പിരിച്ചിരുന്ന ഒരു കാര്യമാണ്. In other words, the purpose of the tax was to maintain the caste structure and nothing else. ആ കാസ്റ്റ് സ്ട്രക്ചർ നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ട്രഡീഷണൽ സൊസൈറ്റി ചെയ്തത്. Clothing was considered as I already told you, clothing was considered a sign of wealth and prosperity, and the poor and the lower caste were simply not entitled to it. Samuel Metier, in his book Native Life in Travancore, talks about a list of almost 110 extra taxes imposed only on lower caste by the princely state. And luckily, I happened to see and heard a lecture conducted by KCHR recently, and the lecture was delivered by Same Enoch. He actually delivered a letter, and the content of it is just like this. I read. നികുതി സമ്പ്രദായത്തിലെ സാമൂഹ്യ വിവേചനം, നികുതി നൽകാൻ രാജഭാഷയിൽ നീചജാതികളും ഗുണഭോക്താക്കളായി ബ്രാഹ്മണരും, ചാവക്കാണം മരിച്ചാലും നികുതി, അവയവങ്ങൾക്കും കത്തിക്കും തിലാപ്പിനും തടിയോ ഇലയോ ഉപയോഗമില്ലാത്ത മഞ്ഞണാത്തിക്കും കരം, ഏഴകൾക്ക് ഏഴ നികുതി, വയ്യാത്തവന് വയ്യാവരി, പോരാത്തതിന് ഏണിക്കണം, മേനിപ്പൊന്ന്, തലക്കരം. തലക്കരം ഈസ് ഓൾസോ എ ക്യാപിറ്റേഷൻ ഫീ ഡ്യൂ ഫ്രം മെൻ. പോലിപ്പൊന്ന്, മിന്നുകെട്ടുന്നതിനുള്ള പോലിപ്പൊന്ന്, ഇങ്ങനെ തുടങ്ങുന്ന ഒരു കൂട്ടം നികുതികളുടെ ഒരു പ്രഭാഷണമാണ് KCHR ഈ അടുത്ത കാലത്ത് 26 നവംബർ 2019 നടത്തിയത്. അത് ഡെലിവർ ചെയ്തത് സെയിം ഏനോക്ക് എന്ന ഒരു ചരിത്ര അന്വേഷിയായിരുന്നു. So it was a system that ensured that the lower caste remain always at the lower rung of the ladder while the upper caste thrived. The breast tax, he says, was one of the worst of these taxes. Yes, then again we come to concluding part and also come to Nangeli. So in the midst of controversies and chaos, suppression and forceful collection of taxes, Nangeli's clarion fell like a thunder. ഇതിനിടയിൽ അവരുടെ വാക്കുകൾ
ഒരു ഇടിമുഴക്കം പോലെ, ഒരു ഗർജനം പോലെ പതിച്ചു എന്നാണ്. I quote the words of Nangeli. Enough is enough, said a brave woman called Nangeli, who decided to stop this injustice once for all. The story like this, Nangeli, an Irava by caste, lived in Cherthala. Her husband Chirikandan was a toddy tapper. It is said that സംഭവം ഇതാണ്, ഇങ്ങനെയാണ്. Nangeli was one of the victims of the heinous tax. One fine morning, when the tax collector, villains of the tale, came to her hovel, അവരുടെ കുടിലേക്ക് ഒരു ദിവസം വരുന്നു. She was prepared for the act that would cleave for her place in history and lore. അവിടെ നിന്നാണ് അവർ ആ പ്രവൃത്തിക്ക് മുതിരുന്നത്. ആ പ്രവൃത്തിയാണ് ചരിത്രത്തിലും പുരാവൃത്തത്തിലും അവർക്കൊരു സ്ഥാനം നേടിക്കൊടുത്തത്. അവർ ആ കുടിലിനകത്തേക്ക് വളരെ ശാന്തമായി കടന്നു ചെല്ലുന്നു. ഉമ്മറത്ത് കാത്തിരിക്കുന്ന വില്ലനായ നികുതി പിരിക്കാൻ വന്നവന്റെ കയ്യിലേക്ക് ഒരു വാഴയിലയിൽ എന്ത് നികുതിക്കാണോ വന്നത് അതിനെ തന്നെ മുറിച്ച് നൽകിയെന്നാണ്. തൻ്റെ സ്വന്തം കൈകൊണ്ട് തൻ്റെ സ്വന്തം മാറിടത്തെ നങ്ങേലി മുറിച്ച് വാഴയിലയിലാക്കി അത് കൊണ്ട് എത്തിച്ചു എന്നാണ്. ചോര വാർന്ന നങ്ങേലി അധികം താമസിയാതെ മരിച്ചു വീണു എന്നാണ്. Nangeli's breast severed by her own hand and placed in a bleeding lump. രക്തം സ്രവിക്കുന്ന ഒരു പിണ്ഡം, ഒരു കഷ്ണമായി അവരുടെ കയ്യിലേക്ക് കൊടുത്തു. She collapsed in a heap and died in agony. Her corpse cradled by Chirikandan, who returned to find his home turned into the scene, one of the history's great tragedies. Some say distraught Chirikandan jumped into the fire as Nangeli burned and perished in flames of grief. For him too there was a sacrifice. നോക്കൂ, രക്തം വാർന്ന നങ്ങേലി നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു വീണു. ആ മരിച്ചു വീണ നങ്ങേലിയുടെ ശരീരം തോളിലിട്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന ചിരികണ്ഠൻ ചരിത്രത്തിലെ എക്കാലത്തെയും ഒരു ട്രാജഡിയായി നിലകൊള്ളുന്നു എന്നാണ്. നങ്ങേലിക്ക് ഒരുക്കിയ ചിതയിൽ തന്നെ ചിരികണ്ഠനും ചാടി ഭസ്മമായി മാറി. ചരിത്രത്തിൽ മറ്റൊരു രക്തസാക്ഷി കൂടി. The legend of Nangeli was birthed in blood and injustice. Women of low caste couldn't cover their bodies if they didn't pay the breast tax. But Nangeli was a woman of virtue. She would not barter money for honor, and so she chose death. അങ്ങനെ പണം കൈമാറ്റ വ്യവസ്ഥ വച്ചുകൊണ്ട് അല്ലെങ്കിൽ വില കൈമാറ്റം ചെയ്യുവാൻ തയ്യാറായില്ല. അതിനേക്കാളും നങ്ങേലി പ്രിഫർ ചെയ്തത് മരണത്തെ ആയിരുന്നു. Embarrassed and horrified by the tyranny of their ways, the Rajas Impressed and horrified by the tyranny of their ways, the Rajas abandoned the tax on breast. Nangeli became a heroine. Womanhood prevailed. This is the tale they will tell you, Nangeli. As it happens, it is all a travesty. ഇതിൽ ഭീതി പൂണ്ട, ഈ സംഭവത്തിൽ ഭീതി പൂണ്ട എംബ്രാസ്ഡ് ആയ ഭരണാധികാരി ബ്രസ്റ്റ് ടാക്സ് അബാൻഡൻ ചെയ്തു എന്നുള്ള ഒരു കഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. എന്തായാലും അതൊരു പാത്ത് ബ്രേക്കിംഗ് ആക്റ്റാണ്. അത് ഒരുപക്ഷെ സമൂഹം ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് തീർച്ചയായിട്ടും നങ്ങേലിയുടെ ഈ പ്രവൃത്തി അംഗീകരിക്കപ്പെടുകയും നങ്ങേലിയെ സമൂഹം അംഗീകരിക്കുകയും ഒരു ദേവതയെ പോലെ പിന്നീട് ഒറ്റമുലച്ചി എന്നൊക്കെ പറയുന്ന പ്രതിഷ്ഠകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അത് കണ്ണകിക്കും ബാധകമാണെന്ന് പറയുന്നു. എന്തായാലും പിന്നീട് അവർക്ക് ഒരു ദൈവിക പരിവേഷൻ വരെ കിട്ടുന്നുണ്ട്. ദ സാക്രിഫൈസ് ഓഫ് വിമൻ ലൈക്ക് നങ്ങേലി ഷുഡ് നെയ്തർ ബി ഫർഗോട്ടൺ, മറക്കാൻ കഴിയില്ല, നോർ എവർ ഡൗൺ പ്ലേഡ് ഇൻ ദ ഇയേഴ്സ് ടു കം. വരുന്ന വർഷങ്ങളിലും ഒന്നും നമുക്കതിനെ വില കുറച്ച് കാണാനും
കഴിയില്ലെന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ മാറിടത്തിൻ്റെ കഥകൾ തീം ഇതുപോലൊരു ഇതല്ലെങ്കിലും അതിൻ്റെ മൊത്തം നമ്മൾ ഇതേ കഥയില്ലെങ്കിലും തീം പരിശോധിച്ചാൽ ഈ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കാണാം. അതിൽ ഞാൻ ഇവിടെ ലിറ്ററേച്ചറിൽ നിന്ന് ഒരു കാര്യം മാത്രം കുട്ടികളുടെ അറിവിലേക്കും ഒരു ഇന്റർഡിസിപ്ലിനറി ഒരു അറ്റംപ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ കരുതാം. Here in literature we can come across many works like Mahashweta Devi's breast stories. മഹാശ്വേത ദേവിയുടെ ബ്രസ്റ്റ് സ്റ്റോറീസ് എന്നാണ് ആ ബുക്കിന്റെ പേര്. എന്താ അത് പറയുന്നത്? ഇറ്റ് യുണീക്ലി സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ ദ സീ ഓഫ് പോപ്പുലർ ഫിക്ഷൻ ഓഫ് ദിസ് ഡേ. Her writing has little to do with the petty, everyday idiosyncrasies of the privileged. She shuns the needless or the unnecessary. In her matter of fact, no rhetoric writing, one sees no romanticism in the plight of women who are most directly and drastically affected by the patriarchy. Her characters are from the bottom of the socio-economic class. They are real, multi-dimensional, and well-formed. To Mahashweta Devi, they are the needful. The three stories titled Draupadi, Behind the Bodies, and Breast Giver. These three stories together compiled the work Breast Stories actually. They have one connecting thread, the breast, a metaphor for the exploitation of women from marginalized communities. And I conclude by quoting Manu S. Pillai. When Nangelis stood up, excused to the extremes of poverty by a regressive tax system, it was a statement made in great anguish about the injustice of the social order itself. Her call was not to celebrate modesty and honor. It was a siren call against caste and the rotting feudalism that victimized those in its underbelly who could not challenge it. She was a heroine of all who were poor and weak, not the archetype of middle class, womanly honor she has today become. But they could not admit that Nangeli's sacrifice was an ultimatum to the order. So they remodeled her as a virtuous goddess, one who saw cover her breast rather than one who issued a challenge to power. It's a doubt that the spirit of her rebellion was buried in favor of its letter and Nangeli reduced to the sum of her breast. Thank you very much. ഇവിടെ ഞാൻ മനുവിൻ്റെ വേർഡ്സ് കോട്ട് ചെയ്ത് ഇങ്ങനെയാണ്. നങ്ങേലിയെ നമ്മൾ അറിയപ്പെടുന്നത്, നങ്ങേലി നമ്മൾ പറഞ്ഞ് ചുരുക്കിക്കളഞ്ഞു എന്നാണ്, ഒരു ബ്രസ്റ്റിന്റെ ഒരു ഇഷ്യൂവിൽ മാത്രം നിർത്തിക്കളഞ്ഞു എന്നാണ്. അതേസമയം കാസ്റ്റിന്റെയും റോട്ടൺ ഫ്യൂഡലിസത്തിന്റെയും മഹിൻ സാറേ, സോറി, ഹലോ സാറേ, മഹിൻ സാറേ മൈക്ക് ഓഫ് ആയി പോയി. ഇൻ ഫേവർ ഓഫ് ഇറ്റ്സ് ലെറ്റർ, വാക്കുകളിൽ കുറഞ്ഞുപോയി. ആൻഡ് നങ്ങേലി റെഡ്യൂസ്ഡ് ടു ദ സം ഓഫ് ഹെർ ബ്രസ്റ്റിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ എതിർപ്പ്, അവരുടെ പ്രതിരോധം പവറിനെതിരായിട്ടുള്ളതായിരുന്നു, ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ളതായിരുന്നു, ട്രഡീഷണൽ സൊസൈറ്റിക്കെതിരായിട്ടുള്ളതായിരുന്നു. അങ്ങനെ വ്യാപകമായ ഒരു കലഡോസ്കോപ്പിയിലാണ് അത് കാണേണ്ടത്. അല്ലാതെ വെറും ഒരു ബ്രസ്റ്റ് സ്റ്റോറിയിലോ ഒരു ടെയിലിലോ അല്ല കാണേണ്ടത്. എങ്കിൽ മാത്രമേ നങ്ങേലിയുടെ ഒരു പ്രതിരോധം അതിൻ്റെ മുഴുവനായ അർത്ഥത്തിൽ ആ സ്കോപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുള്ളൂ എന്ന് മനു എസ് പിള്ള പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുകയാണ്. നന്ദി,
നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി തന്നെ സാറ് ഈ ഒരു ടോപ്പിക്കിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. സാറ് വളരെ വിശദമായി തന്നെ ഇതിൻ്റെ ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തുടങ്ങി. ധാരാളം തിയറട്ടീഷ്യൻസിനെയും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെയും സാറ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു തന്നു. പിന്നെ അവിടെ നിന്നാണ് സാറ് എന്താണ് ബോഡി എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു മെറ്റഫർ ആകുന്നതും അല്ലെങ്കിൽ സിമ്പിൾ ആകുന്നതിനെ കുറിച്ചിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. തുടർന്ന് കൊളോണിയൽ കേരളത്തെക്കുറിച്ചും അതുപോലെ തന്നെ ട്രാവൻകൂറിനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ സാർ നമുക്ക് വിശദമാക്കി തന്നു. പിന്നീട് സാറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എങ്ങനെയാണ് ട്രാവൻകൂറിലുള്ള ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സമ്പ്രദായത്തിനെയും അതുപോലെ തന്നെ ഫ്യൂഡലിസത്തിനെയും കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ പവറിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബോഡി യൂസ് ചെയ്യപ്പെട്ടത് എന്നാണ് സാർ നമുക്ക് ഇത്രയും നീണ്ട ഒരു പ്രഭാഷണത്തിൽ സാർ വിശദമാക്കി തന്നത്. എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം സാറിന് ഒരുപാട് പോയിന്റുകൾ പറയാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാർ വളരെ മനോഹരമായി നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമാക്കി തന്നു. ഇനി നമുക്കൊരു ഡിസ്കഷനുള്ള സമയമാണ്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. അത് സാറിനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലും ഇടാവുന്നതാണ്. സോ ഇറ്റ്സ് ടൈം ഫോർ ദ ഡിസ്കഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ 1 മണിക്കൂർ 3 മിനിറ്റ് ആയിരുന്നു എൻ്റെ ഈ ടോക്ക്. അപ്പം ഞാനത് ഏറെക്കുറെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ബ്രസ്റ്റ് ക്ലോത്ത് കോൺട്രവേഴ്സി പരോക്ഷമായി പറഞ്ഞുകൊണ്ട് അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങൾ ഒരു പുതിയ അറിവായിരിക്കുമെന്നുള്ള ധാരണയിൽ, എൻ്റെ ധാരണയാണ്, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആണ് ഞാൻ ഇത് ഓരോ ആസ്പെക്റ്റിനെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന സംശയമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തരും. എനിക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റാത്ത സംശയങ്ങൾ ഞാൻ യഥാവിധി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ ഞാൻ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സർ, നമ്മള് നങ്ങേലിനെ കുറിച്ച് സാധാരണ നമ്മളിത് ലെജൻഡ് ആയിട്ടാണോ നങ്ങേലി ലെജൻഡ് എന്നാണോ അത് പറയുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെക്കോർഡുകള് ഏകദേശം അവരുടെ പിരീഡ് കാണുമ്പോ എന്തായാലും ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. അതായത് നങ്ങേലി നമ്മൾ ലെജൻഡ് ആയിട്ടാണോ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകള് അവൈലബിൾ ആണ്? അപ്പൊ അവര് ജീവിച്ചിരുന്ന കാലഘട്ടം നോക്കുമ്പോ എന്തായാലും എഴുത്തുകളൊക്കെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്താ പറയാ, ഒരു വൻ പ്രതിഷേധം തന്നെയാണ് ആ കാലഘട്ടത്തിൽ അവർ നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ സമയത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ? അതാണ് ടീച്ചറെ ഞാൻ 2 തരത്തിലും പറഞ്ഞത്. ഇതൊരു ലെജൻഡ്, ഇതൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ആധികാരികമായ രേഖകളില്ല. അപ്പോൾ ഏറ്റവും ഹീനസായ ഈ ടാക്സ് സമ്പ്രദായം അവസാനിപ്പിക്കുവാൻ ഒരു നിമിത്തം വന്നേ മതിയാവും. അങ്ങനെ ഒരു സ്ത്രീ ഒരു മാറിടം മുറിച്ച് നൽകിയേക്കാം എങ്കിൽ അതിന് നങ്ങേലി എന്ന് പേര്. ടീച്ചർ ചോദിച്ചാൽ ചില സത്യമുള്ളത്, ചേർത്തല എന്ന് പറയുന്നു ഒരു ടോഡി ടാപ്പറായിരുന്നു, ഭാര്യയും ഭർത്താവും ഒരു ഈഴവ ലേഡിയാണെന്നും പറയുന്നു. അപ്പോൾ അത് നമ്മുടെ 3 ചരിത്ര സത്യങ്ങളാണ്. ഒന്ന്, ഒരു പിന്നോക്ക പ്രദേശം, ഏറ്റവും കൂടുതൽ ടോഡി ടാപ്പേഴ്സ് ഉള്ള പ്രദേശം. പിന്നെ മറ്റൊന്ന് സ്റ്റാൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ
ഈ ഈഴവ കമ്മ്യൂണിറ്റി അവർ ശരിക്കും ഡൗൺ ട്രോഡനായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന സ്ട്രിക്റ്റായ ടാബൂസ് അനുസരിച്ച് അവർക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഹീനസായ ഈ മുലക്കരം എന്ന് പറയുന്ന ഒരു നികുതി കൊടുക്കേണ്ടിയുമിരുന്നു. അപ്പോൾ ആ പ്രതിഷേധം ഇതൊരു സിംബോളിക്കായിട്ട് കാണണം. ജെയിംസ് സ്കോട്ടിൻ്റെ എവരിഡേ ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും, വെപ്പൺസ് ഓഫ് ദി വീക്ക് എവരിഡേ ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ജെയിംസ് സ്കോട്ടിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. ആ രീതിയിലാണ് ഇതിനെ നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ലെജൻഡായിരിക്കാം, ടെയിലായിരിക്കാം, പക്ഷേ ഇതിൽ ഒരു സിമ്പലുണ്ട്, ഒരു മെറ്റഫറുണ്ട്. അത് പ്രൊട്ടസ്റ്റിൻ്റെതാണ്. ചരിത്രത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ പരിശോധിച്ചാൽ ഈ പ്രൊട്ടസ്റ്റുകൾ നമുക്ക് വിസിബിളാണ്. അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ഇതിന് ആധികാരികത ഉണ്ടോ എന്നതിനേക്കാളും ഇറ്റ്സ് എ സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ് ആൻഡ് എ മെറ്റഫർ ഓഫ് പ്രൊട്ടസ്റ്റ്. ഇതിൻ്റെ കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി ടീച്ചറിന് വേണമെങ്കിൽ ഈ മനുവസ് പിള്ളയുടെ തന്നെ ദ വിമൻ വിത്ത് നോ ബ്രസ്റ്റ്, ദ കോർട്ടിസാൻ, ദ മഹാത്മാ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ എന്നുള്ളൊരു പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലുമുണ്ട്. ഇത് പുതിയ വേർഷൻസ് ഒക്കെ മനു ചേർത്ത് എഴുതിയിട്ടുള്ള ബുക്കാണ്. രണ്ടാമതൊരു ബുക്ക് എന്ന് പറയുന്നത് വിജയ് സിംഗിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഷീ ഡൈഡ് ഫൈറ്റിംഗ് ബ്രസ്റ്റ് ടാക്സ്. അതിൽ നീതി സുരേന്ദ്രനാഥ് മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 200 years on നങ്ങേലി സാക്രിഫൈസ് ഒൺലി എ ഫെയ്ഡിങ് മെമ്മറി. ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാലും ടീച്ചറിൻ്റെ സംശയങ്ങൾ ഒരു വലിയ അളവ് വരെ ദൂരീകരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഇത് ടെയിലാണോ, ഇതൊരു എന്താണ് ഡിസ്റ്റോർട്ടഡ് വേർഷനാണോ എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ പ്രവൃത്തിയിൽ ഒരു സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ്, മെറ്റഫർ ഓഫ് പ്രൊട്ടസ്റ്റ് ആൻഡ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് ഇമ്മ്യൂട്ടബിൾ. എൻ്റെ ടൈറ്റിൽ ശ്രദ്ധിക്കുക, ഇമ്മ്യൂട്ടബിൾ ട്രാവൻകൂർ. എന്ത് സംഭവിച്ചാലും ഒരു മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത തിരുവിതാംകൂറിൽ ശക്തമായ രീതിയിൽ ഒരു സ്ത്രീയുടെ പ്രതിരോധമാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് ചരിത്രത്തിൽ അവരുടെ ഇമ്പോർട്ടൻസ്. തിയറിറ്റിക്കൽ പാർട്ടിൽ ടീച്ചറിന് ജെയിംസ് സി സ്കോട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വെപ്പൺസ് ഓഫ് ദി വീക്ക്, എവരിഡേ ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള പുസ്തകങ്ങൾ ഇതിന് നിങ്ങൾക്ക് വായനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. താങ്ക് യു സർ. ഓക്കെ ടീച്ചർ, വെൽക്കം. ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട HOD അടുത്ത് നിങ്ങൾക്ക് എഴുതി അറിയിച്ചാൽ പിന്നീട് റെഫർ ചെയ്തതിന് ശേഷം ഞാൻ അറിയാവുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സർ, ഞാൻ വേറൊരു സംശയം, ഒരു ഡിസ്കഷൻ പോലെ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണെങ്കിലും കേരളത്തിന്റെ ആധുനികതയാണെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് മിഷനറീസ് ഇവിടെ വന്നു, അതാണ് മിഷനറി ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ഒരു തരം മോഡേണിറ്റികൾ വന്നെന്ന് പറയുന്നു. പക്ഷെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മിഷനറി ആക്ടിവിറ്റീസ് വരെ ഒരു കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ദളിത് മൂവ്മെന്റുകളാണെങ്കിലും ഈ ഡിപ്രസ്ഡ് ക്ലാസ്സുകളുടെ മറ്റു മൂവ്മെന്റുകളാണെങ്കിലും ഇതൊരു കൊളോണിയൽ മോഡേണിറ്റിയുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ കാണാതെ ഒരു മിഷനറികളുടെ ആക്ടിവിറ്റീസിന്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിട്ട് മാത്രം അതിനെ നമ്മൾ കാണുന്നത്? അത് ടീച്ചറിന്റെ ചോദ്യം മനസ്സിലായി. മിഷണറിമാരുടെ
പ്രവർത്തനം നമ്മൾ മുഴുവനായി മിഷണറിമാരാണ് ഇവിടെ സമൂല മാറ്റം കൊണ്ടുവന്നു എന്ന് അഭിപ്രായമില്ല. അതേസമയം ഭയങ്കര ശബ്ദമാണ്, അതാണ് ഒരു പ്രശ്നം. ഇത് മോണിറ്റർ ചെയ്യുന്ന ടീച്ചറിനോട് ചോദിക്കണം, കൊടുങ്കാറ്റ് അടിക്കും പോലെയൊക്കെയാണ് അവിടെ. അതാണ്. ഇവിടെ കുഴപ്പമില്ല സർ, ക്ലിയർ ആണ്. ആണോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. അപ്പൊ ഞാൻ എന്താ അറിയാം, നമ്മുടെ ആ ശ്രദ്ധ പൊക്കിളെ, അതാണ് ഞാനിങ്ങനെ സൈലൻസ് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ ഞാൻ ടീച്ചറിന്റെ ഇതിന് ഒരു ഇത് പറയാം. അതായത് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ, ഇപ്പം ടീച്ചർ തന്നെ ചോദിച്ചു, എല്ലാത്തിനും മാറ്റവും കൊണ്ടുവന്നത് മിഷണറിമാരാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അത് ശരിയല്ല. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ധാരാളം മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ആ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്ന മാറ്റം അത് വലിയ ഒരു മാറ്റമായിരുന്നു. അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങളെ പരിഷ്കരിക്കുക, അതാണ് നമുക്കറിയാം ദ സിവിലൈസിങ് മിഷൻ എന്ന് പറയുന്ന ദൗത്യവുമായിട്ട് ഈ മിഷണറിക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മിഷണറിക്കാർ എപ്പോഴും 1833 ചാർട്ടർ ആക്ടോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ മിഷണറി പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ മിഷണറി പ്രവർത്തനമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർക്ക് 2 ലക്ഷ്യമായിരുന്നു, ട്വിൻ എയിംസ് ആയിരുന്നു. ഒന്ന്, മിഷണറി പ്രവർത്തനം നടത്തുക, സിവിലൈസ് ചെയ്യിപ്പിക്കുക. 2, അതിലൂടെ ക്രിസ്തീയ ലോകത്തെ കെട്ടിപ്പടുക്കുക. അത് പിന്നെ അതിന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ തന്നെ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ വേൾഡ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. അതുകൊണ്ടാണ് ബൈബിളും മെഡിസിനും ഈ പരിവർത്തനത്തിന് ഏറ്റവും ഇഫക്റ്റീവ് മെഡിസിനാണെന്ന് അവർ പറയുന്നുണ്ട്, മതവും മരുന്നും. അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ മിഷണറിമാരുടെ ഈ വരവ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് ധാരാളം പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഞാൻ പറയാം. ഈ ജോർജ് ടിങ്കറുടെ ഒരു പുസ്തകമുണ്ട്. അത് കൾച്ചറൽ കോൺക്വസ്റ്റ് എന്നാണ് പറയുന്നത്. കൾച്ചറൽ കോൺക്വസ്റ്റ്, മിഷണറിമാര് കൾച്ചറൽ കോൺക്വസ്റ്റ് നടത്തിയെന്നാണ് ഈ ജോർജ് ടിങ്കർ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ പറയുന്നത്. അപ്പൊ ടീച്ചർ ചോദിച്ചത്, മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ മറ്റ് മാറ്റങ്ങളോട് യോജിച്ച് പ്രവർത്തിച്ചു. അതായത് റെയിൽവേ, കമ്മ്യൂണിക്കേഷൻ, മറ്റ് ട്രാൻസ്പോർട്ട്, ജലഗതാഗതം തുടങ്ങിയെല്ലാം, ഇതിലെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. അതിനോടൊപ്പം എം.എൻ. ശ്രീനിവാസന്റെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് സാൻസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സും സോഷ്യൽ ചേഞ്ചും, അദ്ദേഹത്തിന്റെ ബുക്ക് എം.എൻ. ശ്രീനിവാസന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ടീച്ചറിന് മനസ്സിലാവും മിഷണറിമാരല്ലാതെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷുകാർ അവരുടെ ജൂറിസ്പ്രൂഡൻസ്, അവരുടെ ജസ്റ്റിസ്, അവരുടെ ക്രൈം തുടങ്ങിയ എല്ലാ മേഖലയിലും, നികുതി സമ്പ്രദായം, അവരുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇവയെല്ലാം എങ്ങനെയാണ് മാറ്റം കൊണ്ടുവന്നു. അതിനോടൊപ്പം ഒരു ടൂൾ ആവുകയാണ് മിഷണറിമാരും എന്ന് മാത്രം കരുതുക. ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിൽ തന്നെ ഈ ജോർജ് ടിങ്കർ ഉൾപ്പെടെ, K.M. പണിക്കർ ഉൾപ്പെടെ, നോട്ട് K.M. പണിക്കർ ഉൾപ്പെടെ ധാരാളം പേർ വിമർശിച്ചിട്ടുമുണ്ട്. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങൾ തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും പുതിയ അറിവ് നിങ്ങൾക്ക് എനിക്ക് പകർന്നു നൽകാവുന്നതാണ്. അത് സ്വാഗതാർഹവുമാണ്. സാറേ, എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ്, അതായത് ഒരു ക്വയറിയാണ്. എൻ്റെ പേര് ബിനു ആണ്.
ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ബിനു സാറാണ്. സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ സമയത്ത് സാർ പറഞ്ഞ മാറുമറക്കൽ സമരം എന്ന് പറയുന്ന ഒരു സംഭവത്തില് അതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വിമൻ എത്രമാത്രം വരുന്നുണ്ട്, മുമ്പോട്ട് വരുന്നുണ്ട്? സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ട്? അല്ലെങ്കിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ പറ്റിയുള്ള അവരുടെ തന്നെ എന്തെങ്കിലും അക്കൗണ്ടുകൾ ലഭ്യമാണോ? നമുക്ക് ഡോക്യുമെന്റേഷൻ ലഭ്യമാണോ ഇതിനെപ്പറ്റി? അതോ പുരുഷന്മാരുടെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനിൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അപ്പൊ അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്ത്രീകളുടെ ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് അവരുടെ ഒപ്പീനിയൻ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അവരുടേതായിട്ടുള്ള വ്യൂ വന്നിട്ടുണ്ടോ? അതോ നമുക്ക് കിട്ടുന്നത് മിഷണറിമാരുടെയും അതേപോലെ തന്നെ പുരുഷന്മാരുടേതുമായിട്ടുള്ള ഒരു വ്യൂ മാത്രമാണോ ഇതിനെപ്പറ്റി, മാറുമറക്കൽ സമയത്തെ പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്? മൈക്ക് ഓൺ ചെയ്യൂ. ഞാൻ ഈ ശബ്ദം വരാതിരിക്കാൻ വേണ്ടി വളരെ ഡിസിപ്ലിൻഡ് ആക്കുന്നുണ്ടാണ് ചിലപ്പോൾ മറന്നു പോകുന്നത്. ഐ എം സോറി. അപ്പോ ബിനു സാർ ചോദിച്ചത് ശരിയാണ്. കാരണം ഈ വിപ്ലവം ഞാൻ ഈ നേരത്തെ പറഞ്ഞ 1820 കാലങ്ങളിൽ തുടങ്ങി 1865 അവസാനിക്കുന്ന ഈ കാലഘട്ടത്തെ അത്രയും ഈ മാറുമറക്കൽ സമരം കൊണ്ടു നടന്നിരുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഏറെക്കുറെ. ഇപ്പൊ നമ്മൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ വൈകുണ്ഠ സ്വാമികൾ ഏറ്റവും എക്സ്ട്രീം സൗത്ത് ട്രാവൻകൂറില് അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കുന്ന സമയത്തും സ്ത്രീകളെ മുന്നിൽ നിർത്തുന്നില്ല. കാരണം സ്ത്രീകള് അദ്ദേഹം തന്നെ ഈ സ്ത്രീകളെ ഈ നെയ്യാറ്റിൻകര ഭാഗത്തിനപ്പുറവും എന്താണ് കരിങ്കൽ ഇന്നത്തെ കുളച്ചലിനടുത്ത് വെച്ച് അവരുടെ ജമ്പർ എന്നാണ് പറയുന്നത്, ബ്ലൗസിനെ ജമ്പറിനെ വലിച്ചു കീറി അവര് മറച്ച് ധൈര്യം കാണിക്കുമ്പോൾ ആ ജമ്പർ അല്ലെങ്കിൽ ബ്ലൗസ് അല്ലെങ്കിൽ റൗക്ക അല്ലെങ്കിൽ കുപ്പായം ഇതിനെ വലിച്ചു കീറുന്ന രംഗങ്ങളും അത് കണ്ടും കേട്ടുമാണ് ഇതിനെതിരായിട്ട് ഈ നീചമായ ഈ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഈ വൈകുണ്ഠ സ്വാമികൾ അവിടെ സംഘടിപ്പിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ഈ മാറുമറക്കൽ സമരത്തിന്റെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ലിറ്ററേച്ചറുകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്ത്രീ പങ്കാളിത്തത്തിനേക്കാളും സ്ത്രീകൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യകാല ചെറിയ ലേഖനങ്ങളും ഒക്കെ ഞാൻ ഇപ്പൊ പേരോർക്കുന്നില്ല. അതിൽ എടുത്തു പറയുന്ന ഒരു 2-3 പുസ്തകങ്ങളുണ്ട്. അതിൽ കൂടെ കുറെയൊക്കെ ഈ സ്ത്രീകൾ തന്നെ എഴുതി, ആദ്യമൊക്കെ എഴുതുന്നത് തന്നെ വളരെ വിലക്കപ്പെട്ടതായിരുന്നു. എന്നാലും ഞാനത് ബാലാമണി അമ്മയുടെ ഒക്കെ ഉണ്ട്, ഞാനത് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഈ ബാലാമണിക്ക് അമ്മ എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ ചെറിയ ലേഖനങ്ങളിലൂടെ ഇതിനെതിരായിട്ടൊക്കെ സ്ത്രീകൾ ശബ്ദിച്ചിരുന്നു. അത് ഉദാഹരണം നമുക്ക് പറയാം. നമുക്ക് തിരുവിതാംകൂറിലെ ആര്യപ്പള്ളം ഉൾപ്പെടെ ഉള്ളവര് ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. പക്ഷെ അത് പിന്നീട് കാലത്താണ്. ആദ്യകാലത്ത് ഇവരുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. നേതൃത്വം കൊടുത്തത് ഭൂരിഭാഗവും അല്ലെങ്കിൽ ഏറെക്കുറെ കൊടുത്തിരുന്നത് പരിഷ്കർത്താക്കളായിരുന്നു എന്ന് തന്നെ പറയാം. അതില് സ്ത്രീകളുടെ പേര് തുലവും കുറവായിട്ടാണ് കാണുന്നത്. താങ്ക് യു സാർ. ഓക്കെ സാർ. ടീച്ചറെ, അത് ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റ് സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇരിയാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിച്ച 8ാമത്തെ വെബിനാറാണെന്ന്. വളരെ മനോഹരമായ ഒരു വിഷയം, അല്ലെങ്കിൽ വളരെ ചരിത്ര പ്രസക്തിയുള്ള ഒരു വിഷയത്തെ വളരെ വിശദമായി തന്നെ സാറിന്ന് അവതരിപ്പിച്ചു തന്നു. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായും അതുപോലെ തന്നെ ധാരാളം രചനകൾ, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങളും അതുപോലെ തന്നെ തിയറട്ടീഷ്യൻസിനെയൊക്കെ സാറ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. എങ്ങനെയാണ് ബോഡി ഒരു മെറ്റഫർ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ബോഡി മാറ്റപ്പെട്ടതെന്നാണ് സാറ് നമുക്കിന്ന് പറഞ്ഞു തന്നത്.
തിരക്കുകൾക്കിടയിലും സാർ സമയം കണ്ടെത്തി നമ്മൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു അറിവ് പകർന്നു തന്ന മഹിൻ സാറിന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ക്രൈസ്റ്റ് കോളേജിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സർ. താങ്ക് യു സർ. വെൽക്കം വെൽക്കം ടീച്ചർ, വെൽക്കം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വെബിനാറുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് റെവറൻഡ് ഡോക്ടർ ജോളി ആൻഡ്രൂസ് CMI അച്ഛനെയും ഞാൻ ഈ വേളയിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ ഇന്ന് വെബിനാറിൽ പങ്കെടുത്ത പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും അനധ്യാപകരെയും സ്കോളേഴ്സിനെയും എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബിനാറുകളിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പേപ്പർ വളരെ പണിപ്പെട്ടാണ് ഈ തരത്തിലാക്കി തീർത്തു എന്നുള്ളതാണ്. കാരണം ഒരു മാറുമറയ്ക്കൽ സമരം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കൊച്ചു ക്ലാസ് മുതലേ അറിയാം, തിരുവിതാംകൂറിനെ കുറിച്ചും അറിയാം. അതുകൊണ്ടാണ് ഞാനൊരു തിയററ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത്. ഇത് കേട്ടിരിക്കുന്ന കുട്ടികൾക്കും റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ഒരു പേപ്പർ, ഇത് നമ്മളിപ്പോൾ ഒരു ടെയിലാണ്, നങ്ങേലി എന്ന് പറയുന്നൊരു കഥയാണ്. പക്ഷെ അതിൽ നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഏതെല്ലാം മേഖലയിലൂടെ അത് നമുക്ക് കടത്തിക്കൊണ്ട് വരാൻ കഴിയും, ഏതെല്ലാം ആസ്പെക്റ്റുകളെ കുറിച്ച് നമുക്ക് പുതുതായി സംസാരിക്കാൻ കഴിയും എന്നൊരു ടെസ്റ്റ് ഡോസാണ് ഞാനിവിടെ ചെയ്തത്. അത് എത്രത്തോളം വിജയിച്ചു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വളരെ പണിപ്പെട്ട് ഇതിനെ മലയാളത്തിലാക്കാൻ ഞാൻ വളരെ പാടുപെട്ടു. അതുകൊണ്ട് എൻ്റെ മലയാളം പിന്നെ ഹൃദയഭേദകമായിരിക്കും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യമുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനായി എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, പിന്നെ ലിഷ ടീച്ചർ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം സാർ ഇത് തയ്യാറാക്കാനെന്ന് ആധികാരികമായിട്ടാണ് അവർ ആജ്ഞാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സ്ട്രെയിൻ എടുത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 1 മണിക്കൂർ 3 മിനിറ്റ് നീണ്ട ഈ പ്രഭാഷണം വളരെയധികം സമയം, വിലപ്പെട്ട സമയം നിങ്ങൾ ഇതിലേക്ക് ചെലവഴിച്ചു. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും ടീച്ചർ, നമ്മുടെ ടോക്ക്? സർ ഒരു 50 പേരോളം സൂമിലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേര് യൂട്യൂബ് ലൈവിലുണ്ടായിരുന്നു സർ. ഒരു മൊത്തം 70-75 പേരുണ്ടാവും അല്ലേ? എന്തായാലും അവർക്ക് പ്രയോജനകരമാകും ഞാൻ കരുതുന്നു. ഇതിന് അവസരം തന്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എൻ്റെ സ്വന്തം കോളേജാണ്, ഞാൻ എപ്പോൾ വിളിച്ചാലും അവിടെ ഓടിയെത്താറുണ്ട്. അപ്പോൾ ആ കോളേജിലെ ട്രസ്റ്റ്, ബഹുമാന്യനായ പ്രിൻസിപ്പൽ, ബഹുമാന്യയായ ഹെഡ് വകുപ്പ് അധ്യക്ഷ, ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീവിദ്യ ടീച്ചർ ഉൾപ്പെടെയുള്ള എൻ്റെ അടുത്ത കൂട്ടുകാർ, പിന്നെ സംശയം ബിനുസാറിൽ ഇതിലൊന്നും ഒതുങ്ങൂല എന്നെനിക്കറിയാം. അദ്ദേഹം വളരെ പണ്ഡിതനും, ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഞാൻ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ബിനുസാറ് മറ്റ് പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ മറ്റ് പല കോളേജിലുള്ള സ്റ്റുഡൻസും പല ടീച്ചേഴ്സും ഇത് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1% അവർക്കൊരു പുതിയ അറിവ് കിട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനാണ്. ഒന്നുകൂടി നന്ദി. നമസ്കാരം. താങ്ക് യു സർ, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വെബിനാറ് വളരെ വിജയകരമായി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വെബിനാറിൻ്റെ വീഡിയോ ക്രൈസ്റ്റ് കോളേജിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് മഹിൻ സാറിനെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെയോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടീച്ചർ, വെൽക്കം. അവരുടെ കല്ലായിരുന്നു അത്.